പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട ചില അറിയിപ്പുകളാണ് ഇന്നത്തെ വീഡിയോയിലൂടെ കാരോളൈസ് മീഡിയ ഷെയർ ചെയ്യുന്നത്. ചാനൽ ഇനിയും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോ ലൈക്ക് ചെയ്ത് സപ്പോർട്ട് കൂടി തരിക. ഒന്നാമത്തെ അറിയിപ്പ്, ട്രാഫിക് നിയമം ലംഘിച്ചാൽ ഇനി തത്സമയം അറിയുവാൻ സാധിക്കുന്നതാണ്. നിയമലംഘനവും പിഴയും തത്സമയം അറിയുവാനുള്ള സംവിധാനവുമായി മോട്ടോർ വാഹന വകുപ്പ് ഇപ്പോൾ രംഗത്തെത്തിയിരിക്കുകയാണ്. മോട്ടോർ വാഹന വകുപ്പിന്റെ പുതിയ വാഹനങ്ങളുടെ പിറകിലായി ഒരു സ്ക്രീൻ ഘടിപ്പിച്ചിരിക്കും. നിയമലംഘനങ്ങൾ നടത്തുന്ന വാഹനങ്ങൾക്ക് മുൻപിൽ ചെന്ന് പിഴയും നിയമലംഘനവും അറിയിക്കുക എന്നതാണ് ഇതിന്റെ ലക്ഷ്യം. നിയമലംഘനം നടത്തുന്ന വാഹനങ്ങൾക്ക് മുന്നിലെത്തുന്ന മോട്ടോർ വാഹന വകുപ്പിന്റെ വാഹനത്തിലെ സ്ക്രീനിൽ വിവരങ്ങൾ 6 ഭാഷകളിൽ എഴുതി കാണിക്കുന്നതായിരിക്കും. പുതിയ സംവിധാനം നടപ്പിലാക്കാൻ ക്രമീകരണങ്ങൾ നടക്കുകയാണ് എന്ന് ഗതാഗത മന്ത്രി KB ഗണേഷ് കുമാർ അറിയിച്ചു. രണ്ടാമത്തെ അറിയിപ്പ്, ഇനി മുതൽ വീട് പണിയുവാൻ കേന്ദ്ര സർക്കാർ നിങ്ങൾക്ക് പണം തരും. 20 ലക്ഷം രൂപ ഈടില്ലാതെ വായ്പയായി വീട് പണിയാൻ നൽകുന്ന പദ്ധതിയുമായാണ് കേന്ദ്ര സർക്കാർ രംഗത്ത് വന്നിരിക്കുന്നത്. വായ്പ അനുവദിച്ചതിന് ശേഷം തിരിച്ചടവിന് 30 വർഷം വരെ സാവകാശം ലഭിക്കും എന്നതും ഈ പദ്ധതിയുടെ പ്രധാന പ്രത്യേകതയാണ്. ഈ കാലയളവിൽ പലിശരഹിത വായ്പയായിട്ടാണ് ഈ തുക ഉപയോഗിക്കുവാൻ സാധിക്കുന്നത്. എന്നാൽ കൃത്യസമയത്ത് തുക തിരിച്ചടക്കേണ്ടതുണ്ട്. എന്നാൽ മാത്രമേ പലിശയില്ലാതെ ഈ തുക ഉപയോഗിച്ച് വീട് വയ്ക്കുവാൻ സാധിക്കുകയുള്ളൂ. ഇടത്തരം വരുമാനമുള്ളവരെ ലക്ഷ്യമിട്ടാണ് കേന്ദ്ര സർക്കാർ ഇത്തരമൊരു പദ്ധതി കൊണ്ടുവന്നിരിക്കുന്നത്. ഗ്രാമീണ മേഖലകളിൽ കൂടുതൽ തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുവാനും സാമ്പത്തിക ക്രയവിക്രയം വർദ്ധിപ്പിക്കുവാനും പദ്ധതി ഉപകരിക്കും എന്നാണ് പ്രതീക്ഷിക്കുന്നത്. മൂന്നാമത്തെ അറിയിപ്പ്, റേഷൻ കാർഡുമായി ബന്ധപ്പെട്ട അറിയിപ്പാണിത്. സംസ്ഥാനത്ത് ജനുവരി മാസത്തെ റേഷൻ വിതരണം സജീവമായി നടന്നുകൊണ്ടിരിക്കുകയാണ്. മഞ്ഞ, പിങ്ക് റേഷൻ കാർഡ് ഉടമകൾക്ക് സാധാരണ മാസങ്ങളിൽ ലഭിക്കുന്ന റേഷൻ വിഹിതങ്ങൾ തന്നെയാണ് ഈ മാസവും ലഭിക്കുക. നീല റേഷൻ കാർഡിന് സ്പെഷ്യലായി 3 കിലോ അരി ലഭിക്കും. വെള്ള റേഷൻ കാർഡിന് ഈ മാസം മൊത്തത്തിൽ 6 കിലോ അരി ലഭിക്കും. കഴിഞ്ഞ മാസം കേവലം 5 കിലോ അരി മാത്രമായിരുന്നു വെള്ള റേഷൻ കാർഡിന് ലഭിച്ചത്. റേഷൻ വിഹിതങ്ങൾ വാങ്ങുമ്പോൾ ശ്രദ്ധിക്കേണ്ട മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, തുടർച്ചയായി 3 മാസം നിങ്ങൾ റേഷൻ വിഹിതം വാങ്ങിയില്ലെങ്കിൽ നിങ്ങളുടെ റേഷൻ കാർഡ് പൊതുവിഭാഗം വെള്ള കാർഡുകളിലേക്ക് മാറ്റുന്നതായിരിക്കും. മഞ്ഞ, പിങ്ക്, നീല എന്നീ റേഷൻ കാർഡുകാർ തുടർച്ചയായി 3 മാസം അവരുടെ റേഷൻ വിഹിതം വാങ്ങിയില്ലെങ്കിലാണ് വെള്ള റേഷൻ കാർഡുകളിലേക്ക് തരം മാറ്റുന്നത്. ഇടവിട്ട മാസങ്ങളിലാണ് റേഷൻ വിഹിതങ്ങൾ വാങ്ങാതിരിക്കുന്നതെങ്കിൽ നിങ്ങളെ വെള്ള കാർഡുകളിലേക്ക് മാറ്റില്ല. തുടർച്ചയായി 3 മാസം ഒരു റേഷൻ വിഹിതം പോലും റേഷൻ കടയിൽ നിന്നും നിങ്ങൾ വാങ്ങാതിരുന്നാലാണ് നിങ്ങളെ മാറ്റുന്നത്. അതിനാൽ തുടർച്ചയായി നവംബർ, ഡിസംബർ മാസങ്ങളിലെ റേഷൻ വിഹിതങ്ങൾ വാങ്ങാത്തവർ ഈ ജനുവരി മാസത്തിൽ റേഷൻ വാങ്ങുവാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. ജനുവരി മാസത്തിൽ കൂടി നിങ്ങൾ റേഷൻ വിഹിതം കൈപ്പറ്റിയില്ലെങ്കിൽ നിങ്ങളെ വെള്ള റേഷൻ കാർഡുകളിലേക്ക് മാറ്റുന്നതായിരിക്കും. അതോടൊപ്പം മഞ്ഞ, പിങ്ക് റേഷൻ കാർഡിലെ മസ്റ്ററിംഗ് ചെയ്യാത്തവർ ഉണ്ടെങ്കിൽ സിവിൽ സപ്ലൈസ് ഉദ്യോഗസ്ഥർ പരിശോധിക്കുന്നതിന് വേണ്ടി തീരുമാനിച്ചിരിക്കുകയാണ്. വരും ദിവസങ്ങളിൽ ഉദ്യോഗസ്ഥർ നിങ്ങളുടെ വീടുകളിലും എത്തുവാൻ സാഹചര്യമുണ്ട്. 14 ലക്ഷത്തോളം പേരാണ് മസ്റ്ററിംഗ് ചെയ്യുവാനുള്ളത് എന്നാണ് പ്രാഥമിക വിലയിരുത്തൽ. എന്നാൽ ഇതിന്റെ ഭൂരിഭാഗം പേരും പഠനത്തിനായും ജോലികൾക്കായും വിദേശത്തും മറ്റും പോയവരാണ് എന്നാണ് ഭക്ഷ്യ പൊതുവിതരണ വകുപ്പിന്റെ വിലയിരുത്തൽ. ഡിസംബർ 31 വരെയാണ് മസ്റ്ററിങ്ങിന് സമയം അനുവദിച്ചിരിക്കുന്നതെങ്കിലും നിലവിൽ ഇനിയും ഇത് ചെയ്യാനുള്ള സാഹചര്യത്തിൽ ഇപ്പോഴും മസ്റ്ററിംഗ് തുടരുന്നുണ്ട്. വളരെ പ്രധാനപ്പെട്ട 3 അറിയിപ്പുകളാണ് കാരോളൈസ് മീഡിയ നിങ്ങളുമായി ഷെയർ ചെയ്തിരിക്കുന്നത്. ഇതുപോലെ നിങ്ങൾക്ക് പ്രയോജനപ്പെടുന്ന ഇൻഫർമേഷൻസ് കൃത്യമായി ലഭിക്കുവാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ഉപയോഗിക്കുക. മറ്റൊരു വീഡിയോയുമായി എത്തുന്നതുവരെ എല്ലാവർക്കും നമസ്കാരം. താങ്ക് യു.